നമ്മൾ ഇപ്പോൾ റിലേഷൻ എന്താണെന്നും റിലേഷൻ്റെ പ്രത്യേകതകളും അതിൽ ഈക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതിൽ തന്നെ റിഫ്ലെക്സിവിറ്റി എന്താണ്, സിമ്മെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്രയും ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ ഒരു സെറ്റിൽ നിന്ന് ആ സെറ്റിലേക്ക് തന്നെയുള്ള റിലേഷൻസിനെയും അതിൻ്റെ കുറേ സവിശേഷതകൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി നമ്മൾ അടുത്തത് പോകാൻ പോണത് ഫങ്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ +1 ഫങ്ഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. കുറച്ച് ഫങ്ഷൻസിൻ്റെ ഡൊമെയിനും റേഞ്ചും ഗ്രാഫും ഒക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ഓർമ്മിപ്പിച്ചിട്ട് നമുക്ക് ഫങ്ഷൻസിൻ്റെ ഭാഗത്തേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ഫങ്ഷൻ? ഇപ്പോൾ എ റിലേഷൻ R from A to B is said to be a function if every element in the domain has unique image. നിങ്ങൾ +1 പഠിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. എയിൽ നിന്നും ബിയിലേക്കുള്ള, അതായത് രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ഒരു റിലേഷനെ ഫങ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ ഡൊമെയിനിലുള്ള എല്ലാ എലമെൻറ്റിനും 1 and only 1 ഇമേജ് ഉണ്ടാവും. ഡൊമെയിനിലുള്ള എല്ലാ എലമെൻറ്റിനും ഒറ്റയ്ക്കൊരു ഇമേജ് ഉണ്ടാവും. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഡൊമെയിനിലുള്ള എല്ലാവർക്കും ഇമേജ് വേണം, ഒരാൾക്ക് ഒരു ഇമേജ് ഉണ്ടാവാൻ പാടും. അത്തരത്തിലുള്ള റിലേഷൻസിനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് വിളിച്ചത്. ഇനി നമ്മൾ ഈ കൊല്ലം പഠിക്കാൻ പോണത് ഈ ഫങ്ഷൻസിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. നമ്മൾ ആ ഫങ്ഷനെ ഒന്ന് ഡീപ്പായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഇൻജെക്റ്റീവ് ഫങ്ഷൻ അല്ലെങ്കിൽ 1-1 ഫങ്ഷൻ. ഒരു ഫങ്ഷനെ എപ്പോഴാണ് 1-1 എന്ന് വിളിക്കുക? ആ പേരിൽ തന്നെ ഉണ്ട് 1-1. ഡെഫിനിഷൻ ഒന്ന് നോക്കാം. എ ഫങ്ഷൻ f from x to y is defined to be 1-1 if the images of distinct elements of x under f are distinct. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്ന് വൈയിലേക്ക് ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതിലെ എക്സ് എന്ന് പറയുന്ന നമ്മുടെ ഡൊമെയിനിലെ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിനൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഫങ്ഷനെ നമ്മൾ 1-1 ഫങ്ഷൻ എന്ന് വിളിക്കും. ഡൊമെയിനിലുള്ള ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിനൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉണ്ടാവണം. അത്തരം ഫങ്ഷൻസിനെ 1-1 ഫങ്ഷൻ എന്ന് വിളിക്കും. ഇപ്പോൾ നമ്മളൊരു അതിനെ ജസ്റ്റ് ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഡൊമെയിനിലുള്ള ഏതെങ്കിലും x1 x2 എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ x1ൻ്റെ ഇമേജും x2ൻ്റെ ഇമേജും സെയിം ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം x1 = x2 എന്നായിരിക്കും. അതായത് x1 x2 എന്ന് പറയുന്നത് രണ്ട് സെപ്പറേറ്റ് എലമെൻറ്റ്സ് ആണ്, അതിൻ്റെ ഇമേജസ് സെയിം ആണെന്ന് വിചാരിക്കുക. f(x1) f(x2) സെയിം ആണെന്ന് വിചാരിക്കുക. അങ്ങനെ രണ്ട് എലമെൻറ്റുകളുടെ ഇമേജ് സെയിം ആവണമെങ്കിൽ ആ എലമെൻറ്റുകൾ സെയിം ആവണം. അല്ലാതെ ഒരിക്കലും ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിൻ്റെ ഇമേജസ് സെയിം ആവില്ല. അപ്പോൾ എലമെൻറ്റ് ഡിസ്റ്റിങ്ക്റ്റ് ആണോ അതിൻ്റെ ഇമേജും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അതാണ് 1-1. ഒരാൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരാൾ. അതുകൊണ്ടാണ് ഇതിനെ 1-1 എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കൂടി കാണിക്കാം. അപ്പോൾ 1-1ൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നോക്കിയേ, ഇവിടെ ഞാനൊരു f എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ വരയ്ക്കണം. ഇപ്പോൾ നോക്കിയേ, 1a 1ൽ നിന്നും എയിലേക്ക് മാപ്പ് ചെയ്തേക്കണം, 2ൽ നിന്നും ബിയിലേക്ക്, ഇതുപോലെ 3ൽ നിന്നും സിയിലേക്ക്, 4ൽ നിന്നും സിയിലേക്ക്. ഈ ഫങ്ഷൻ 1-1 ആണോ എന്ന് ചോദിച്ചു. ഇതിലെ 1 എന്ന് പറയുന്ന എലമെൻറ്റിന് ഒരു ഇമേജ്, എ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഇമേജ്. 2 എന്ന് പറയുന്ന എലമെൻറ്റിന് ബി ആണ് ഇമേജ്. അപ്പോൾ 1നും 2നും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഉണ്ട്. പക്ഷേ ഇവിടെ 3 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇമേജ് സി ആണ്, 4 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെയും ഇമേജ് സി ആണ്. അതായത് ഡൊമെയിനിലുള്ള 3, 4 എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റ്സിന് സെയിം ഇമേജ് വന്നേക്കും. സോ ഈ കാണിച്ചിരിക്കുന്ന എഫ് എന്ന് പറയുന്നത് 1-1 അല്ല. അതേസമയം ഇപ്പം ഇതിൻ്റെ ഡൊമെയിനിൽ 4 ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഓക്കെ, 1a 2b 3c, അപ്പോൾ പെർഫെക്റ്റ്, ഇറ്റ്സ് എ 1-1 ഫങ്ഷൻ. പക്ഷേ ഇവിടെ 3നും 4നും സെയിം ഇമേജ് ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് 1-1. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിളിൽ ഇങ്ങനെ പറയാം. ഹിയർ 3, 4 ഹാവ് സെയിം ഇമേജ്. 3നും 4നും
ഒരേ ഇമേജാണ്, ഹാവ് സെയിം ഇമേജ്. അതുകൊണ്ട് therefore എഫ് ഈസ് നോട്ട് 1 1 അല്ലെങ്കിൽ എഫ് ഈസ് നോട്ട് ഇൻജെക്റ്റീവ്. എഫ് ഈസ് നോട്ട് 1 1. ഈ 1 1നെ പറയുന്ന മറ്റൊരു പേരാണ് ഇൻജെക്റ്റീവ്. പിന്നെ 1 1 അല്ലാത്ത ഫങ്ഷൻസിന് നമ്മൾ മെനി 1 എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 4 എന്ന് പറയുന്ന എലമെൻ്റ് ഇല്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇറ്റ് ഈസ് 1 1. പക്ഷേ 3ക്കും 4നും സെയിം ഇമേജ് വന്നത് കാരണം ഈ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് 1 1 അല്ല. ഇതാണ് 1 1 ഫംഗ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ 1 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കണ്ടു. അതിൻ്റെ ഒരു എക്സാമ്പിൾ അടക്കം, ഒരു ആരോ ഡയഗ്രാം വരച്ച് അതിനൊരു എക്സാമ്പിൾ അടക്കം കാണിച്ചു തന്നു. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോണത് എന്താണ് ഓൺ ടു ഫംഗ്ഷൻ. അപ്പോൾ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് സെഡ് ടു ബി ഓൺ ടു ഓർ സർജക്റ്റീവ്. ഓൺ ടുവിനെ പറയുന്ന മറ്റൊരു പേരാണ് സർജക്റ്റീവ്. നമ്മൾ നേരത്തെ 1 1നെ ഇൻജെക്റ്റീവ് എന്നും കൂടെ പറഞ്ഞു. അതുപോലെ ഓൺ ടു ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെ പറയുന്ന വേറൊരു പേരാണ് സർജക്ഷൻ അല്ലെങ്കിൽ സർജക്റ്റീവ്. ഇഫ് എവറി എലമെൻറ്റ് ഓഫ് വൈ ഈസ് ദി ഇമേജ് ഓഫ് സം എലമെൻറ്റ്സ് ഓഫ് എക്സ് അണ്ടർ എഫ്. അതായത് മനസ്സിലാകുന്ന പോലെ പറയുകയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ എക്സിൽ നിന്ന് വൈയിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ വൈ എക്സ് എന്ന് പറയുന്നത് ഡൊമൈൻ, ഇത് കോഡൊമൈൻ. അപ്പോൾ ഇതിൽ ഈ കോഡൊമൈനിൽ കിടക്കുന്ന എല്ലാ എലമെൻറ്റുകൾക്കും ഇപ്പുറത്ത് പ്രീ ഇമേജ് ഉണ്ട് എന്ന് വെക്കുക. അതായത് ഈ എക്സിലുള്ള എലമെൻറ്റ്സുകളുടെ ഇമേജുകൾ നോക്കുമ്പോൾ വൈ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെൻറ്റും ഇതിൻ്റെ ഇമേജുകളായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ അത്തരം ഫങ്ഷൻസിനെ നമ്മൾ ഓൺ ടു ഫംഗ്ഷൻ അല്ലെങ്കിൽ സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. അതിന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് എഴുതുകയാണെങ്കിൽ വൈ എന്ന് പറയുന്ന കോഡൊമൈനിലെ ഏതെങ്കിലും ഒരു എലമെൻ്റ് എടുത്തു എന്ന് വിചാരിക്കുക. റാൻഡമായിട്ട് ഒരു എലമെൻ്റ് എടുത്തു എന്ന് വിചാരിക്കുക. ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് എക്സ് ഇൻ എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. അപ്പോൾ കോഡൊമൈനിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു വൈ ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് എടുത്തു എന്ന് വെക്കുക. ആ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്തൊരു എക്സ് ഉണ്ടാവണം സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഡൊമൈനിൽ കിടക്കുന്ന എലമെൻറ്റുകളുടെയൊക്കെ ഇമേജുകൾ എടുത്ത് എഴുതുമ്പോൾ ആ കോഡൊമൈനിലുള്ള എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ടാവണം. ഓക്കെ, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയിരിക്കണം. അത്തരം ഫങ്ഷൻസിനെയാണ് നമ്മൾ ഓൺ ടു ഫങ്ഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഈ തന്നിരിക്കുന്ന F1ഉം F2ഉം F3 ഇതൊക്കെ 1 1 ആണോ ഓൺ ടു ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ F1 എന്ന് പറഞ്ഞ് തന്നേക്കണം. ഈ ഫംഗ്ഷൻ 1 1 ആണോ ഓൺ ടു ആണോ എന്ന് നോക്കാം. 1 1 ആണോ എന്ന് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡൊമൈനിലുള്ള എല്ലാ എലമെൻറ്റിനും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ 1ൻ്റെ ഇമേജ് എ, 2ൻ്റെ ഇമേജ് ബി, 3യുടെ ഇമേജ് ഡി, 4ൻ്റെ ഇമേജ് സി. ഡൊമൈനിലുള്ള എല്ലാ എലമെൻസിനും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഉണ്ട്. സോ ദിസ് ഫംഗ്ഷൻ ഈസ് 1 1. അപ്പോൾ നമ്മുടെ ഈ F1 എന്ന് എഴുതിയിരിക്കുന്ന ഫംഗ്ഷൻ 1 1 ആണ്. ഇത് ഓൺ ടു ആണോ? ഓൺ ടു ആവണമെങ്കിൽ ഇതാണ് നമ്മുടെ കോഡൊമൈൻ. ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ എലമെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്തൊരാൾ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഓൺ ടു ആവുള്ളൂ. പക്ഷേ ഇവിടെ നോക്കി, എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1 ഉണ്ട്, ബിക്ക് കറസ്പോണ്ടിങ് 2 ഉണ്ട്, സിക്ക് ഉണ്ട്, ഡിക്ക് ഉണ്ട്. പക്ഷേ ഈ ഇ എന്ന് പറയുന്ന എലമെൻറ്റിന് മാത്രം പ്രീ ഇമേജ് ഇല്ല. ഇത് ഇമേജ് ആയിട്ട് വരുന്ന ഒരു എലമെൻറ്റും ഇപ്പുറത്തില്ല. സോ ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. ഇതിൻ്റെ റേഞ്ച് എടുക്കുകയാണെങ്കിൽ സെറ്റ് എ ബി സി ഡി എന്നാണ് വരിക. പക്ഷേ കോഡൊമൈൻ എടുക്കുകയാണെങ്കിൽ സെറ്റ് എ ബി സി ഡി ഇ ഉണ്ട്. റേഞ്ചും കോഡൊമൈനും സെയിം അല്ല. സോ ദിസ് F1 ഈസ് നോട്ട് ഓൺ ടു. ഇപ്പോൾ ഈ F1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇദ്ദേഹം 1 1 ആണ്. ഈ ഫംഗ്ഷൻ 1 1 ആണ്, ബട്ട് നോട്ട് ഓൺ ടു. അതായത് ഇൻജെക്റ്റീവ് ആണ്, സർജക്റ്റീവ് അല്ല. ഇതാണ് F1ൻ്റെ സവിശേഷത. ഇനി നിങ്ങൾ ഈ F2 നോക്കിയേ. ആദ്യം F2 1 1 ആണെന്ന് നോക്കാം. അപ്പോൾ ഡൊമൈനിലുള്ള 1ന് ഒരു ഇമേജ്, 1ൻ്റെ ഇമേജ് ബി ആണ്. 2ൻ്റെ ഒരു ഇമേജ്, 2ൻ്റെ ഇമേജ് സി ആണ്.
3യുടെ ഇമേജ് എ ആണ്, 4ൻ്റെ ഇമേജ് ഡി ആണ്. സോ ഡൊമെയിനിലുള്ള 4 എലമെൻസിനും വ്യത്യസ്ത ഇമേജുകളുണ്ട്. 1ൻ്റെ ഇമേജ് ബി, 2ൻ്റെ ഇമേജ് സി, 3യുടെ ഇമേജ് എ, 4ൻ്റെ ഇമേജ് ഡി. ഓരോ എലമെൻസിനും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജുകളുണ്ട്. സോ ഈ ഫംഗ്ഷൻ 1 1 ആണ്, ഈ ഫംഗ്ഷനും 1 1 ആണ്. ഇനി ഇത് ഓൺ ടു ആണോ എന്ന് നോക്കാം. അപ്പോൾ ഓൺ ടു ആണോ നോക്കാനായിട്ട് ഇതാണ് ഈ ഫംഗ്ഷൻ്റെ കോഡൊമെയിൻ. ഇവിടെയുള്ള എല്ലാ എലമെൻറ്റിനും ഇപ്പുറത്ത് പ്രീ ഇമേജ് ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഇവിടെയുള്ള എല്ലാ എലമെൻറ്റിൻ്റെ നേരെയും വര വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. എയുടെ നേരെയുണ്ട്, എയുടെ പ്രീ ഇമേജ് 3 ആണ്, ബിയുടെ പ്രീ ഇമേജ് 1 ആണ്, സിയുടെ പ്രീ ഇമേജ് 2 ആണ്, ഡിക്കും പ്രീ ഇമേജ് ഉണ്ട് 4 ആണ്. സോ ഇവിടെയുള്ള എല്ലാ എലമെൻസിനും പ്രീ ഇമേജ് ഉണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഓൺ ടു ആണ്. വേറെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ F2 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണെന്ന് നോക്കുക. റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് എ ബി സി ഡി. ഈ ഫംഗ്ഷൻ്റെ കോഡൊമെയിൻ ആരാന്ന് നോക്കുക. കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് ഫുള്ള്, അതും സെറ്റ് എ ബി സി ഡി. റേഞ്ചും കോഡൊമെയിനും സെയിം. സോ ദിസ് ഫംഗ്ഷൻ ഈസ് ഓൺ ടു. ഈ ഫംഗ്ഷൻ ഓൺ ടു ആണ്. ഇത് 1 1 ആണ്, ഓൺ ടു ആണ്. ഇനി നമുക്ക് തേർഡ് ഫംഗ്ഷൻ F3 നോക്കാം. ഇതാദ്യം 1 1 ആണെന്ന് നോക്കുക. ഇവിടെ 1ൻ്റെ ഇമേജ് എ, 1ൻ്റെ ഇമേജ് എ, 2ൻ്റെ ഇമേജും എ. അപ്പോൾ ഇതിൽ 1നും 2നും സെയിം ഇമേജ് വന്നേക്കും. അപ്പോൾ 2 എലമെൻസിന് സെയിം ഇമേജ് വന്നേക്കും. സോ ദിസ് ഈസ് നോട്ട് 1 1. ഇറ്റ് ഈസ് നോട്ട് 1 1. F3 ഈസ് നോട്ട് 1 1. അതായത് മെനി 1 എന്ന് വേണമെങ്കിൽ പറയാം. ഈസ് നോട്ട് 1 1. ഈ ഫംഗ്ഷൻ 1 1 അല്ല. കാരണം ഇതാണ് 1നും 2നും സെയിം ഇമേജ്. ഇനി ഇത് ഓൺ ടു ആണോ? ഓൺ ടു ആണെന്ന് നോക്കാനായിട്ട് ഇതാണ് നമ്മുടെ കോഡൊമെയിൻ. ഇവിടെയുള്ള ഓരോ എലമെൻറ്റിൻ്റെ നേരെ വര വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. എക്ക് പ്രീ ഇമേജ് ഉണ്ട്, ബിക്ക് പ്രീ ഇമേജ് ഉണ്ട്, സിക്കും പ്രീ ഇമേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ കിടക്കുന്ന ഓരോ എലമെൻറ്റിനും പ്രീ ഇമേജ് ഉണ്ട്. അതായത് ഈ ഫംഗ്ഷൻ ഓൺ ടു ആണ്. വേറെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ F3 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ റേഞ്ച് എഴുതിയാൽ സെറ്റ് എ ബി സി എന്നാണ് വരിക. ഇതിൻ്റെ കോഡൊമെയിൻ എഴുതിയാലും സെറ്റ് എ ബി സി. സോ റേഞ്ച് ഓഫ് F3 ഈക്വൽ ടു കോഡൊമെയിൻ. അതുകൊണ്ട് ഈ F3 എന്ന് പറയുന്ന ഫംഗ്ഷൻ F3 ഈസ് ഓൺ ടു. ഈ ഫംഗ്ഷൻ ഓൺ ടു ആണ്. ഇതാണ് 1 1 അതുപോലെ ഓൺ ടു എന്ന് പറയുന്ന കൺസെപ്റ്റ്. 1 1 ഫംഗ്ഷൻ എന്താണ്, ഓൺ ടു ഫംഗ്ഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു. ഇനി ഇത്തരത്തിലൊരു ഫംഗ്ഷൻ 1 1ഉം ഓൺ ടുവും ആണെങ്കിൽ അത്തരം ഫംഗ്ഷൻസിനെ നമ്മൾ ബൈജെക്ഷൻ അല്ലെങ്കിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് അടുത്തത് കാണാൻ പോകുന്നത്. അപ്പോൾ ആ ഡെഫിനിഷൻ ഒന്ന് നോക്കിക്കോ. എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് സെഡ് ടു ബി 1 1 ആൻഡ് ഓൺ ടു ഓർ ബൈജക്റ്റീവ് ഇഫ് എഫ് ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ ടു. ഒരു ഫംഗ്ഷൻ 1 1ഉമാണ് ഓൺ ടുമാണ് എങ്കിൽ അതിനെ നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ബൈജെക്ഷൻ എന്നൊക്കെ വിളിക്കും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചേക്കാണ്. നോക്കിയേ, ഇത് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കട്ടെ. ഇത് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഇവിടെ 1 മാപ്സ് ടു എ, 2 ടു സി, 3 ടു ബി. അപ്പോൾ ഇതിൽ ഡൊമെയിനിൽ 1 2 3 ആണ്. ആ 3 പേർക്കും ഒരേ ഒരു ഇമേജ്, അതായത് 1ൻ്റെ ഇമേജ് എ ആണ്, 2ൻ്റെ ഇമേജ് സി, 3യുടെ ഇമേജ് ബി. ഡൊമെയിനിലുള്ള 3 എലമെൻസിനും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജുകൾ, വ്യത്യസ്ത ഇമേജുകളുണ്ട്. സോ ഇത് 1 1 ആണ്. ഇനി ഇതിൻ്റെ കോഡൊമെയിൻ എന്ന് പറയുന്നതും ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നതും സെയിം ആണ്. അതുകൊണ്ട് ഇത് ഓൺ ടുമാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഫംഗ്ഷൻ ഇറ്റ് ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ ടു. അതുകൊണ്ട് ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്കൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം, അഥവാ ഒരു ബൈജെക്ഷൻ എന്ന് വിളിക്കാം. ഇത്തരത്തിലുള്ള ബൈജക്റ്റീവ് ഫംഗ്ഷൻസിന് മാത്രമേ ഇൻവേഴ്സ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ബൈജെക്ഷൻ ആണെങ്കിൽ അത് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതിന് മാത്രമേ ഇൻവേഴ്സുകൾ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിളുകളിലേക്ക് പോവാം. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യനാണ്, ഒരു പ്രാക്ടിക്കൽ നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ കാണുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ. ലെറ്റ് ക്യാപിറ്റൽ എ ബി ദ സെറ്റ് ഓഫ് ഓൾ 50 സ്റ്റുഡൻസ്, 50 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് 10 ഇൻ എ സ്കൂൾ. അപ്പോൾ ഒരു സ്കൂളിലെ 10ാം ക്ലാസ്സിലുള്ള 50 കുട്ടികളുടെ സെറ്റാണ് ക്യാപിറ്റൽ എ.
അതിൽ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നു. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ഫ്രം എ ടു എൻ. എ എന്ന് പറയുന്ന ഇപ്പോൾ പറഞ്ഞ സെറ്റിൽ നിന്നും നാച്ചുറൽ നമ്പേഴ്സിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റോൾ നമ്പർ ഓഫ് ദി സ്റ്റുഡൻറ്റ് എക്സ്. അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. എക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ്, അതിൻ്റെ റോൾ നമ്പറാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇതിൽ ഡൊമെയിനിൽ 50 കുട്ടികളുണ്ട്. അപ്പോൾ 50 കുട്ടികൾക്ക് ഓരോ റോൾ നമ്പർ നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ അരുൺ അല്ലെങ്കിൽ എ വെച്ചിട്ടുള്ള പേരുള്ള ഒരു കുട്ടിയുടെ ഇമേജ് എന്ന് പറഞ്ഞാൽ അയാളുടെ റോൾ നമ്പർ ആയിരിക്കും. ഇപ്പോൾ എഫ് ഓഫ് അരുൺ എന്ന് പറഞ്ഞാൽ അയാളുടെ റോൾ നമ്പർ. ഇപ്പോൾ അരുണിൻ്റെ നമ്പർ 3 വെക്കുക. അപ്പോൾ എഫ് ഓഫ് അരുൺ ഈക്വൽ ടു 3. ഇതുപോലെ എഫ് ഓഫ് അഭിജിത്തിൻ്റെ റോൾ നമ്പർ 1 ആണെങ്കിൽ എഫ് ഓഫ് അഭിജിത്ത് ഈക്വൽ ടു 1. അങ്ങനെയാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ 1 ആണ്, പക്ഷേ ഓൺ ടു അല്ല എന്ന് തെളിയിക്കണം. 1 ആണ്, പക്ഷേ ഓൺ ടു അല്ല എന്ന് തെളിയിക്കണം. അപ്പോൾ ഇതിന് പല മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ആരോ ഡയഗ്രാം വരച്ച് നോക്കുക. അപ്പോൾ ആരോ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ എയിൽ നിന്നും എന്നിലേക്ക്. അപ്പോൾ എയിൽ 50 കുട്ടികൾ. അപ്പോൾ ഇവിടെ 50 കുട്ടികളാണ് എയിലുള്ളതെന്ന് വിചാരിക്കുക. ഇങ്ങനെ എയിൽ 50 കുട്ടികളുണ്ട്. എൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ, അതായത് എല്ലാ എണ്ണൽ സംഖ്യകളും. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 1, 2, 3 എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇറ്റ്സ് ആൻ ഇൻഫിനിറ്റ് സെറ്റ്. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ ജസ്റ്റ് ആരോ ഡയഗ്രാം വരച്ച് കാണിക്കണമാണ് കേട്ടോ. സാധാരണ ഇൻഫിനിറ്റ് സെറ്റുകൾ തമ്മിലുള്ള റിലേഷനൊന്നും ഇങ്ങനെ കാണിക്കാൻ പാടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി കാണിക്കുന്നതാണ് കേട്ടോ. ഇനി ഇവിടെ എ എന്ന് പറയണോടത്ത് ആ ക്ലാസ്സിലെ 50 കുട്ടികളുടെ കളക്ഷൻ. അപ്പോൾ 50 കുട്ടികൾ. അപ്പോൾ ഇതിൽ ഇങ്ങനെ 50 കുട്ടികളുണ്ടെന്ന് വെക്കുക. ഇതിൽ ഓരോ കുട്ടിക്കും ഓരോ റോൾ നമ്പർ ഉണ്ടാവും. അപ്പോൾ ഇതിലുള്ള ഓരോ എലമെൻറ്റിനും ഓരോ ഇമേജുകളുണ്ട്. അത് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. കാരണം ഒരു കുട്ടിക്ക് ഇപ്പോൾ ഫസ്റ്റത്തെ ആളുടെ റോൾ നമ്പർ 1 ആണെങ്കിൽ രണ്ടാമത്തെ ആളുടെ 2, 3, അതായത് 2 എന്ന് പറയുന്ന റോൾ നമ്പർ ഉള്ള ഒറ്റയ്ക്ക് ഒരു കുട്ടിയേ ഉള്ളൂ. അപ്പോൾ ഡൊമെയിനിലുള്ള എല്ലാ ആൾക്കാർക്കും കറക്റ്റ് ഒറ്റയ്ക്കൊരു ഇമേജേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തായാലും 1 ആണ്. ഇനി ഇത് ഓൺ ടു ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഫംഗ്ഷൻ്റെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതിൻ്റെ റേഞ്ച് ഒന്ന് നോക്കാം. അപ്പോൾ റേഞ്ച് പറയുമ്പോൾ ഇവിടെ റേഞ്ചിൽ വരിക, ഇപ്പോൾ ഈ കുട്ടിയുടെ റോൾ നമ്പർ ഇന്നത്, ഈ കുട്ടികളുടെ റോൾ നമ്പർ അല്ലേ, അങ്ങനെ ആകെ 50 കുട്ടികളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ 1 തൊട്ട് 50 വരെയുള്ള എലമെൻറ്റ്സേ റേഞ്ചിൽ വരുള്ളൂ. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് പറഞ്ഞാൽ 1, 2 എക്സെട്ര 50 വരെ റേഞ്ചിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഫംഗ്ഷൻ്റെ കോഡൊമെയിൻ ആരാ? കോഡൊമെയിൻ നോക്കുകയാണെങ്കിൽ കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ എയിൽ നിന്നും എന്നിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ കോഡൊമെയിൻ എൻ ആണ്. റേഞ്ചും കോഡൊമെയിനും സെയിം ആണോ? അല്ല. അപ്പോൾ റേഞ്ച് ഓഫ് എഫ് നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ. റേഞ്ച് ഓഫ് എഫ് നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ. സോ എഫ് ഈസ് നോട്ട് ഓൺ ടു. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല. പക്ഷേ 1 കാര്യം സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഇവിടെയുള്ള ഓരോ എലമെൻറ്റിനും കറക്റ്റ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഉണ്ട്. 50 കുട്ടികളുണ്ടെങ്കിൽ ആ 50 പേർക്കും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റോൾ നമ്പേഴ്സ് ഉണ്ടാവും. അതായത് ഡൊമെയിനിലുള്ള 50 പേർക്കും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഉണ്ടാവും. സോ ഈ ഫംഗ്ഷൻ എന്തായാലും ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് ക്ലിയർലി 1. പക്ഷേ ഇത് ഓൺ ടു അല്ല. ഓക്കെ.